അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം വളരെ വലിയ പ്രതികാരം അദ്ദേഹത്തിന് ഉണ്ടായി. അശ്വത്ഥാമാവിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അതിന് കാരണമുണ്ട്. അത്ര പ്രതികാരം ആർക്കും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമില്ലാത്ത ടീമിലാണ് എന്നും വെച്ചിട്ട് അശ്വത്ഥാമാവിനെ കുറ്റം പറയാൻ പറ്റും. പാണ്ഡവരുടെ കുലത്തെ മുഴുവൻ മുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ഏത് ഭാവം എക്കാലത്തും നിലനിൽക്കുന്നു അതിനാണ് ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത്. അതായത് ആള് മരിക്കാതെ അവിടെ ഇങ്ങനെ നിൽക്കുക, അതല്ല. എന്നും അശ്വത്ഥാമാവ് ഉണ്ടാവും. ഉത്തരയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞ് അതിനും കൂടി കൊല്ലണം. ബ്രഹ്മാസ്ത്രം അയച്ചു. പക്ഷെ ആ കുലം മുഴുവൻ മുടിയുക എന്ന് പറഞ്ഞു വേണ്ട എന്നുള്ള അഭിപ്രായം കൃഷ്ണനുണ്ടായി. കൃഷ്ണൻ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിനുണ്ടായ കുഞ്ഞൻ. ഈ കഥയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ കുഞ്ഞിനെ പാരാ സംരക്ഷിച്ചു? ഭഗവാൻ. നാം ഓരോരുത്തരും ഇങ്ങനെ കുഞ്ഞായിട്ട് ജനിച്ചതാണ്. കഥ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നാം കുഞ്ഞായി ഇരിക്കുന്ന സമയത്ത് നമ്മളെ സംരക്ഷിച്ച ആരാ? ഇപ്പോഴത്തെ കാലത്ത് ഗർഭിണിയാണോ എന്ന് സംശയം തോന്നിയാൽ ഉടനെ ടെസ്റ്റ് തുടങ്ങി. കല്യാണിക്കുട്ടി പി പേഷ്യന്റാ. ആ സമയത്ത് ഏതൊക്കെ ഗുളിക കഴിക്കുന്നു എന്നുള്ളത് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്റെ അറിവില് അനവധി ബ്രഹ്മാസ്ത്രം തന്നെ തൊടുത്തു വിടുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന് മിണ്ടാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. ഇന്നെന്ന ആഹാരം അമ്മ കഴിക്കരുത് എന്ന് ആ കുട്ടിക്ക് വിളിച്ചു പറയാൻ പറ്റില്ല. കഴിക്കുന്ന ആഹാരം തന്നെ പലപ്പോഴും ബ്രഹ്മാസ്ത്രമാണ്. ഗുളികയോ ഏതൊക്കെ ഗുളിക വിൽപ്പന കൂട്ടണമോ ആ ഗുളിക മുഴുവൻ അമ്മമാരെ കൊണ്ട് കഴിപ്പിക്കും. ആര് ചോദിക്കാം? പക്ഷെ പരമാവധി രക്ഷിക്കാൻ അത് ശ്രമിക്കും. ഇപ്പോഴും ഗർഭസ്ഥ ശിശുവിനെ നിഗ്രഹിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ആ കുട്ടിക്ക് ഒരു അബദ്ധവും വരാതിരിക്കാനാണ് ഗർഭപാത്രം സംരക്ഷിക്കുക. അമ്മയ്ക്കുള്ള പല രോഗവും കുട്ടികൾക്കില്ലാതെ നോക്കും. പുതുതായി ജനിക്കുന്ന ഒരു കുട്ടിയുടെ സംരക്ഷണത്തിന് പ്രകൃതി ഒരുക്കുന്ന ഒരുക്കമുണ്ടല്ലോ. ഒരു പെൺകുട്ടി വളർന്ന് വലുതാവുന്നതോട് കൂടിയിട്ട് ഗർഭപാത്രവും ഒപ്പം വളരുകയാണ്. ആ ഗർഭപാത്രത്തിൽ നവജാത ശിശുവിന് ഒരു പ്രശ്നവും വരാതെ സംരക്ഷിക്കത്തക്ക വിധമുള്ള AC റൂമാണ് ഒരുക്കുന്നത്. അവിടേക്കാണ് ബ്രഹ്മാസ്ത്രം കൊടുത്തു കൊടുക്കുന്നത് അശ്വത്ഥാമാവ്. അതിൽ നിന്ന് സംരക്ഷിച്ചു പരമാത്മാവ്. അങ്ങനെയാണ് ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത്. അങ്ങനെ അതിലൊരു കുട്ടി ജനിച്ചു. നമ്മളൊക്കെ കുട്ടിയാണ്. ജീവിത പരീക്ഷ എന്നൊരു പരീക്ഷ. പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന പരീക്ഷിത്തുമാരാണ് നമ്മളൊക്കെ.
നമ്മുടെ ഒക്കെ ജീവിതം, നമ്മുടെ ജീവിതമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കഥയും നമ്മൾ പറയരുത്, ചിന്തിക്കരുത്. ഞാൻ കഥ എഴുത്തുകാരനാണ്. ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥ ഇതുവരെ എഴുതിയിട്ടില്ല. വായിച്ചാൽ മനസ്സിലാവില്ല, മനസ്സിലാവണ്ട, അത് വലിയ കേമാണ്, കൂടാലില്ല. ജീവിതമാണ് കഥ. ആ പരീക്ഷത്ത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് വരെ രക്ഷപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി. സഹായിച്ചത് ആരാണ്? പരമമായുള്ളൊരു ശക്തി. എന്നിട്ട് ആ പരീക്ഷത്തൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ തെറ്റ് ചെയ്യും. ആര് സംരക്ഷിച്ചു? ആ വ്യക്തിയെ മറന്നു. നമ്മൾക്ക് ഇതൊക്കെ ഓർക്കാൻ പറ്റും. ഡ്രൈവ് ചെയ്ത് വരുമ്പോ വഴി ചോദിച്ചു, ഇന്ന ആളുടെ വീട്ടിലേക്കുള്ള വഴി എന്താന്ന് ചോദിച്ചു, പറഞ്ഞു തന്ന ആളിലേക്ക് നമ്മൾ ഓർക്കുക. ഇത്ര നിസ്സാരമായിട്ടല്ലേ കരുതുക. അത് മറന്നു. മറന്നിട്ട് വനത്തിൽ വേട്ടയാടാനായിട്ട് പോകുമ്പോ അവിടെ ഒരു ഋഷിയോട് എന്തോ അന്വേഷിച്ചു. ഒരു മൃഗത്തിൽ ഓടിപ്പോയോന്നുണ്ട്. മൗനത്തിലായിരുന്നു ഋഷി. എന്താണ് മൗനം? ആ മൗനം എന്ന് പറഞ്ഞാൽ ജീവിതം ക്ലേശമാണ്. ക്ലേശം അങ്ങനെ ആകർഷണീയതയിലേക്ക് പോകുന്നു. ആകർഷണീയതയിലേക്ക് പോയാൽ അവിടെ ദുഃഖം ഉണ്ടാവും. ദുഃഖം ഉണ്ടായിരിക്കാൻ വേണ്ടി സമർപ്പണ ബോധം ഉണ്ടാകണം. സമർപ്പണം മൗനമാണ്. അതാണ് മുനി. ആ മുനിയോട് അഭിപ്രായ വ്യത്യാസം തോന്നിയപ്പോ ഒരു പാമ്പ് ചത്തു കിടക്കുന്നുണ്ട്. ആ പാമ്പിന്റെ ജഡം ഈ മുനിയുടെ ശരീരത്തിൽ മാല പോലെ അണിയിച്ചു. നമ്മൾ പരീക്ഷിക്കുമാരാണ്. ഈ സംസാരിക്കണ ഞാൻ പരീക്ഷിക്കാം. പിന്നെ ജാമ്യം എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു മഹർഷിയുടെ മേല് ചത്ത പാമ്പിന്റെ ജഡം ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഇതാണ് ഇപ്പൊ കേമത്തം. ചത്ത പാമ്പിന്റെ ആ പാമ്പിന്റെ ജഡം ഇട്ടു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? ആ മഹർഷി ചൈതന്യ വസ്തുവാണ്. ജീവനുണ്ട്, ശവമല്ല. ശിവൻ നഷ്ടപ്പെടുമ്പോഴാണ് ശവമാവുക. ആ ജീവനുള്ള വസ്തുവിൽ ജഡവസ്തുവിനെ ആരോപിച്ചു. ഇതാണ് പരീക്ഷിക്കുന്നത്. നാം ചെയ്യുന്നത് ഇത് ചൈതന്യ വസ്തുവാണ് ഈ പ്രപഞ്ചം. എന്നിട്ടോ അതിന്റെ മുകളിൽ ചൈതന്യ വസ്തുവാന്ന് മനസ്സിലാക്കാതെ ജഡവസ്തുവിനെ ആരോപിക്കണം. ഇപ്പൊ ഏറ്റവും വില കൂടിയത് എന്താണ്? വില കൂടിയിട്ട് സ്വർണം. എക്കാലത്തും സ്വർണം. ഒരു പവന് 1,00,000 തരാം. എന്താ സ്വർണം കൊണ്ടുള്ളൊരു ഗുണം? എന്തെങ്കിലും ആവശ്യത്തിനെ പറ്റുമോ? അത് വില ഉണ്ട്. അത് വാങ്ങുക, പരമാവധി വാങ്ങിയിട്ട് വീട്ടിൽ വെക്കുക, ബാക്കി ലോക്കറിൽ വെക്കുക, ബാക്കി കുഴിച്ചിടുക. എന്ന് തുടങ്ങിയതാ മനുഷ്യരാക്കിയത്. ചൈതന്യ വസ്തുവിൽ ജഡവസ്തുവിനെ ആരോപിച്ചു. ചുറ്റും കാണുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ചൈതന്യ വസ്തുവാണ്. ജീവനോടെയാണ് വന്നിരിക്കുന്നത്. ഒരു ബന്ധുവീട്ടിൽ പോയി. അവിടത്തെ പ്രധാന കഥാപാത്രം നായയാണ്. നായ മോശാനല്ല. ആ കൂട്ടില് നായ കിടക്കണു. വാതിൽ തുറന്ന ഉടനെ കൂട്ടില് നായ. കേറി വന്ന വ്യക്തിക്ക് യാതൊരു വിലയില്ല. ഒരു ചൈതന്യ വസ്തുവാണത്.
പക്ഷേ സ്വർണത്തിനോടുള്ള ഭ്രമം, കറൻസിയോടുള്ള ഭ്രമം, ഇത് കാരണം കൊണ്ട് ഭൂമി സ്വന്തമാണ് എന്നൊരു തെറ്റിദ്ധാരണ, ചൈതന്യം തുളുമ്പുന്ന, പഞ്ചഭൂതങ്ങളിലും ചൈതന്യം തുളുമ്പുന്ന അതിനെ നമ്മള് ജഡവസ്തുവായിട്ട് ആരോപിക്കുക. ഈ ഭൂമി ആരാ? നിന്റെ മുതല്. ഈ കെട്ടിടം ആരുടെയാ? നാളെ തകർന്നു പോകുന്ന കെട്ടിടമാണ്. നിന്റെ മുതല്. ഈ മോളാരാ? നിന്റെ മോള്. ഇതിനിപ്പോ ഒരു കഥാരൂപമുണ്ട്. ചൈതന്യ വസ്തുവിൽ ജഡവസ്തുവിനെ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? പല കാര്യവും വ്യാഖ്യാനിക്കുമ്പോ ഇതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അത് കഥാരൂപത്തിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചൈതന്യ വസ്തുവിനെ ജഡവസ്തുവായിട്ട് കാണുക എന്ന് പറയുമ്പോൾ മഹർഷി തപസ്സിരിക്കുന്നു, ശിവചൈതന്യമാണ്, മൗനത്തിലേക്ക് മടങ്ങിയതാണ് ആ തപസ്. അത് മനസ്സിലാക്കാതെ അതിനെ ജഡവസ്തുവായിട്ട് സങ്കല്പിച്ചു എന്നുള്ളത് ചത്ത പാമ്പിന്റെ ബോഡി കഴുത്തിലിട്ടു. അപ്പൊ കഥ ആ കഥ പലവരും പറയണു. പല പലവരും പറഞ്ഞിട്ട് ഈ ചത്ത പാമ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഓരോരുത്തരും ഇതൊരു ചൈതന്യ വസ്തുവാണ്. ചില നല്ല പ്രദേശത്ത് പോയി താമസിക്കും. എല്ലാ സ്ഥലവും നല്ല സ്ഥലമാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഉദാഹരണം പറയാനൊരു നല്ല സ്ഥലം പറയുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഉത്തരകാശിയിലെ പ്രഭാതം. ആ പർവ്വതങ്ങള് എല്ലാം ചൈതന്യ വസ്തു, എല്ലാം എന്റേതാണ്, എന്റേതല്ലതാണ്. ആ പർവ്വതങ്ങള്, അവിടുത്തെ കാറ്റ്, അവിടുത്തെ വൃക്ഷങ്ങള് ചൈതന്യ വസ്തുവാണ്. ഇവിടെ നമുക്ക് ചൈതന്യ വസ്തുവല്ല, അത് നമ്മുടെ മുതലല്ലല്ലോ. ആ വൃക്ഷം വെട്ടി വിറ്റാൽ എന്ത് കിട്ടും? നിന്റെ വൃക്ഷമല്ലല്ലോ. ഇതിന്റെ കലാരൂപത്തിൽ വന്നു. എല്ലാവരും പരീക്ഷിത്തുമാർ. നമ്മളൊക്കെ ജീവിതത്തിൽ പരീക്ഷിത്തുമാര് ആണ്. കഥകൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അറിയണം. ഒരു പ്രഭാഷകൻ പറഞ്ഞു, വ്യാഖ്യാനിക്കാനൊക്കെ അവിടെ സമയം കിട്ടുന്നത്, വായിച്ചു തീരണ്ടേ ചോദിച്ചപ്പോ അദ്ദേഹത്തെ ഞാൻ പിണക്കിയില്ല. ഞാൻ മനസ്സ് പറഞ്ഞു, വായിച്ചു തീരണ്ട, ഒരു കാര്യം പറഞ്ഞാൽ മതി, കുറച്ച് പറഞ്ഞാൽ മതി, അതെങ്കിലും മനസ്സിലാവുമല്ലോ എന്ന് പറയുക പോലെ സ്വയം പരീക്ഷിത്തല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആലോചനയ്ക്ക് വിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.